മാടായി കോളേജിലെ നിയമന പ്രശ്നം കോൺഗ്രസിൽ നീറിപ്പുകയവേ സിപിഎം ഏരിയ സെക്രട്ടറിയുടെ നിലപാട് പിടിവള്ളിയാക്കി എം.കെ. രാഘവൻ എം.പി. തന്റെ ബന്ധുവിനടക്കം സിപിഎം ബന്ധമില്ലെന്ന് ഏരിയ സെക്രട്ടറി തന്നെ പറഞ്ഞത് ഈ വിവാദത്തിൽ എം.കെ. രാഘവനും ആയുധമാണ്. മാടായി കോളേജിൽ കോഴ നിയമനമില്ലെന്നും സിപിഎംകാരെ നിയമിച്ചിട്ടില്ലെന്നുമുള്ള സിപിഎം ഏരിയ സെക്രട്ടറിയുടെ നിലപാട് എം.കെ. രാഘവൻ എം.പിക്ക് പിടിവള്ളിയാവുകയാണ്. മാടായി കോളേജിൽ സിപിഎംകാർക്ക് നിയമനം നൽകിയെന്ന കോൺഗ്രസിന്റെ ആരോപണം തുടക്കം മുതൽ എം.കെ. രാഘവൻ എം.പിയും നിഷേധിച്ചിരുന്നു. സിപിഎം വിട്ട് കോൺഗ്രസിലേക്ക് വന്നവർക്കാണ് നിയമനം നൽകിയതെന്നായിരുന്നു എം.കെ. രാഘവൻ എം.പി പാർട്ടിയെയും ധരിപ്പിച്ചത്. മാടായി കോളേജിൽ നിയമനം ലഭിച്ച ആരും സിപിഎംകാരല്ലെന്നായിരുന്നു ഏരിയ സെക്രട്ടറി വി. വിനോദിന്റെ പ്രതികരണം. എം.കെ. രാഘവൻ എം.പിയുടെ ബന്ധുവായ എം.കെ. ധനേഷിനും പാർട്ടിയുമായി ബന്ധമില്ലെന്നും വിനോദ് പറഞ്ഞിരുന്നു. സിപിഐഎംകാരായിട്ടുള്ള ആർക്കെങ്കിലും മാടായി കോളേജിൽ നിയമനം നടത്തി കൊടുത്തതായി എൻ്റെ അറിവിലില്ല, ഞങ്ങളുടെ അറിവിലില്ല. വ്യക്തികൾ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല അവിടെ നിയമനം കിട്ടിയിട്ടുള്ളത്. ഞങ്ങളത് അന്വേഷിച്ചിട്ടുമില്ല. ഏതായാലും നിലവിൽ സി പി ഐ എമ്മുമായി ബന്ധമുള്ള ആർക്കും അവിടെ നിയമനം കൊടുത്തതായി ഞങ്ങൾക്കറിയില്ല. എം.കെ. രാഘവൻ എം.പി ചെയർമാനായ ട്രസ്റ്റിന് കീഴിലുള്ള മാടായി കോളേജിൽ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരായ 2 പേരെ നിയമിച്ചു എന്നായിരുന്നു ആക്ഷേപം. മാടായി കോളേജിൽ ഇന്റർവ്യൂ നടപടികൾ വീക്ഷിക്കാൻ എത്തിയ എം.കെ. രാഘവൻ എം.പിയെ കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും അത് കണ്ണൂർ വിഷൻ പുറത്തുവിടുകയും ചെയ്തതോടെ ഈ വിവാദം കത്തിപ്പടരുകയും ചെയ്തു. കോലം കത്തിക്കലും പരസ്പരം ഏറ്റുമുട്ടലും കൂടി ആയതോടെ KPCC ഇടപെട്ട് അന്വേഷണ സമിതിയെയും നിയോഗിച്ചു. അച്ചടക്ക സമിതി കൺവീനർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ എത്തി ഇരുവിഭാഗവുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഇരുവിഭാഗവും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. പരസ്യ പ്രസ്താവനകൾക്ക് വിലക്ക് വന്നു എന്നതൊഴിച്ചാൽ ഈ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടുമില്ല. മാടായി കോളേജിൽ എം.കെ. രാഘവന്റെ അടുത്ത ബന്ധുവിന് നൽകിയ നിയമനം റദ്ദാക്കണമെന്നാണ് വിവിധ മണ്ഡലം കമ്മിറ്റികളുടെയും ആവശ്യം. എന്നാൽ എം.കെ. രാഘവൻ എം.പി ഇത് പാടെ തള്ളുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് സിപിഎം ഏരിയ സെക്രട്ടറിയും നിയമനം ലഭിച്ചവരിലാരും സിപിഎംകാർ ഇല്ലെന്നും അവിടെ കോഴ നിയമനം നടത്തുന്നു എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.